ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയുകയാണ്. അതായത് നമ്മൾ നേരത്തെ തപാൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ ആപ്പീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ ആപ്പീസ് ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ്. The first post office was started at ആലപ്പുഴ in Kerala. കേരളത്തിൽ ആദ്യമായിട്ട് ആലപ്പുഴയിലാണ് എന്താരംഭിച്ചത്? പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് രൂപീകൃതമായ സമയത്തുള്ള തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ was the Travancore king during the period of formation of first post office at ആലപ്പുഴ. ആലപ്പുഴയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് രൂപീകൃതമായ സമയത്തുള്ള തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. ഫസ്റ്റ് സ്പീഡ് പോസ്റ്റ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് ആലപ്പുഴ ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നല്ലൊരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് കത്തുകൾ എത്തിച്ചു കൊടുക്കുക, കത്തുകൾ എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് സുപ്രഭാതം പദ്ധതി. സുപ്രഭാതം പദ്ധതി എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യും? ആ കത്തുകൾ എത്തിച്ചു നൽകും കേട്ടോ. അങ്ങനെ ഒരു പദ്ധതിയാണിത് സുപ്രഭാതം കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ ATM എവിടെയാണ്? പാട്ന. ഫസ്റ്റ് പോസ്റ്റൽ ATM ഓഫ് ഇന്ത്യ. ആൻസർ പാട്നയാണ്. പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ ATM. മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുന്നവരൊക്കെ കാണുക. ഞാൻ ഒരാളെ നിർബന്ധിക്കില്ല, കാണുന്നവരൊക്കെ കാണുക കേട്ടോ.